ബിഗ് ബോസിലേക്ക് എല്ലാവരും കയറിപ്പോയിട്ടുണ്ട്. കയറിയ ഉടനെ തന്നെ അടിപൊടി പൂരമായിരുന്നു എന്നാണ് കേട്ടത്. രേണു രേഷ്മ എന്നാണ് ഞാൻ പറയുന്നത്. രേണു സുധി എന്നുള്ളത് മാറ്റിയിട്ട് മരണപ്പെട്ടു പോയിട്ട് 2 വർഷമായിട്ടും അയാളെ നമ്മളിങ്ങനെ ഇതിലേക്ക് വലിച്ചഴിക്കുന്നതിൽ എന്താണ് കാര്യം? രേണുവിൻ്റെ പേരിൽ അറിയപ്പെടട്ടെ. രേഷ്മ തങ്കച്ചൻ. തങ്കച്ചനെ ഞാൻ വെട്ടി ഒഴിവാക്കി. രേണുവും രേഷ്മയും മതി എന്നെനിക്ക് തോന്നിയതാണ്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ. രാജ് ടോക്സ് പറയുന്നത് രണ സുന. അപ്പൊ ഞാൻ രേണു രേഷ്മ. രേണു രേഷ്മയും രേണ ഫാത്തിമയും തമ്മിൽ അടി നടക്കാനിടയുണ്ട്. അപ്പാണിശരത്തുണ്ട്. അപ്പാണിശരത്തുമായിട്ട് ചിലപ്പോ ഒരു ലവ് ഫാക്ടർ കാണുന്നുണ്ട്. ശ്രമിച്ചു നോക്കട്ടെ അല്ലേ? മുമ്പത്തെ ബിഗ് ബോസിലുണ്ടായിരുന്നല്ലോ ജാസ്മിൻ ജാഫർ. ഇബ്രയും ജാസ്മിനും കൂടി തകർത്ത് പ്രണയിച്ചു. അവസാനം അത് കണ്ടന്റിന് വേണ്ടിയായിരുന്നു. ഇപ്പൊ ബിഗ് ബോസ് ആളെ എടുത്ത് അതിനകത്തേക്ക് കയറ്റി വിടുന്നത് തന്നെ നിങ്ങളൊരു ലവ് ഫാക്ടറായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഈ സ്ക്രിപ്റ്റിൽ ഇതൊക്കെ ഉണ്ടല്ലേ. നാടകീയ മുഹൂർത്തങ്ങളൊക്കെ ഉണ്ടാക്കി തന്നിരുന്നതും കാണുന്നവരെ വിഡ്ഢികളാക്കിയും ജാപ്പറിന്റെ ഭാര്യയും കൂടി അവിടെ പോയപ്പം അതാണ് ഒരു വിഷയവും ഇല്ലാതിരുന്നത്. അവരങ്ങനെ സ്നേഹത്തിൽ പൊതിഞ്ഞ് വെച്ചിരിക്കുകയായിരുന്നു ജാസ്മിനും ഗബ്രിയും. അവസാനം പുറത്തു വന്നപ്പോൾ എന്താ, ജാസ്മിൻ്റെ വഴി, ഗബ്രിൻ്റെ വഴി എന്ന് വെച്ച് ജാസ്മിൻ എല്ലായിടത്തും പോകുന്നുണ്ട്. ജാസ്മിൻ്റെ എൻഗേജ്മെന്റ് നടന്നതിന് ശേഷമാണ് ജാസ്മിൻ അവിടെ കയറിയത്. അപ്പം അവൻ വേറെ കല്യാണം കഴിച്ച് രേണു സുധി എന്ന പേരിലാണ് അവിടെ കയറിയിരിക്കുന്നത്. രേണു രേഷ്മയുണ്ട്. അത് ഒരാഴ്ച കഷ്ടിച്ച് നിൽക്കും. രേണു രേഷ്മയ്ക്ക് ഇവിടെ തെറി പറഞ്ഞും ആക്രോശിച്ചും ഒക്കെയാണ് ശീലങ്ങളെ. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നാണ്. അവിടെ പോയ ഉടനെ അത് ഏതായാലും മാറാൻ പോണില്ല. അത് മാറാനാകുമ്പോഴേക്കും അതിൻ്റെ മുന്നേ തന്നെ അവരവിടെ നിന്ന് ഇറങ്ങി വിടും. അവരിറക്കി വിടേണ്ട സ്ഥിതി വരും. കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. അടുത്തതായിട്ട് മുൻഷി രഞ്ജിത്ത് ഇവിടെ ആക്ടറാണ്. കുറച്ച് പ്രായമുണ്ടെന്നേ ഉള്ളൂ. പ്രായം ഒന്നിനും ഒരു തടസ്സമല്ല എന്നല്ലേ. വിവാഹം കഴിക്കാൻ, പ്രണയിക്കാൻ, ജോലി ചെയ്യുന്നതിൽ ഫുൾ ടൈം ആക്റ്റീവായിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ മുൻഷി രഞ്ജിത്ത് അവിടെ കയറിയിട്ടുണ്ട്. ആളുടേതായ പ്രായത്തിനും പക്വതയ്ക്കും അനുസരിച്ച് ആയിരിക്കും അവിടെ പ്രവർത്തിക്കുക. നമുക്ക് കണ്ടന്റ് വല്ലതും കിട്ടുമോ എന്ന് നോക്കാം. ശൈത്യ സന്തോഷിന്റെ പരിപാടി ചാനലുകളിൽ കണ്ടിട്ടുണ്ട്. അഡ്വക്കേറ്റാണ്. പിന്നെ നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്. അഹങ്കാരം ഉണ്ട് എന്നൊക്കെ പലരും പറയും. നമുക്കിപ്പോൾ എന്താ, അഹങ്കാരം ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടന്റ് കിട്ടുമോ നോക്കാം, അത്രമാത്രം. അടുത്തത് വരുന്നത് പിന്നെ ഒരു അനീഷ് എഴുത്തുകാരനാണ്. അങ്ങനെ അവനൊരു കോമണറായിട്ടാണ് ഇടട്ടെ. കോമണറായിട്ടിടുമ്പം എന്തെങ്കിലുമൊക്കെ അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണല്ലോ, അല്ലെങ്കിൽ കിട്ടാനുണ്ട് എന്ന് അവർ കണക്കിൽ എടുത്തിട്ടാണല്ലോ അങ്ങോട്ട് വിട്ടിരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ. അനീഷ് സെയിൽ തക്രത്തിൻ്റെ അമ്മ മലയാളിയാണ്. കണ്ടാലൊരു ഹിന്ദി നടനാണെന്നുള്ളൊരു ലുക്കൊക്കെ ഉണ്ട്. എന്തായാലും അവനവിടെ കയറിപ്പോയിട്ട് വരട്ടെ. ഇതിൽ രണ ഫാത്തിമേനെ ലവ് ആക്കി കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അവിടെ എന്തായാലും ഒരു ലവ് ഉണ്ടാകും. ബിഗ് ബോസ് എന്ന പ്രോഗ്രാമിന് അല്ലെങ്കിൽ ഒരു ഇളക്കം വേണ്ടേ, ഒരു അനക്കം വേണ്ടേ? അപ്പോൾ അതിനകത്ത് ലവ് ഒക്കെ കാണും. പിന്നെ അലൻ തഹോരിയ, അവനെ കണ്ടാൽ തന്നെ ഒരു ഹിന്ദി നടൻ്റെ ലുക്ക് കണ്ടോ. അലൻ തഹോരിയയ്ക്ക് അവനും ഇസ്രയേൽ തക്രത്തും കൂടി കോമ്പിനേഷൻ ഉണ്ടാകും അവിടെ. നമുക്ക് നോക്കാം. അലൻ തഹോരിയ എന്ന് പറഞ്ഞ ആൾക്ക് ആരാധികമാർ കൂടും. ആ നല്ല പൊക്കവും തടിയും ഒരു ഹിന്ദിക്കാരൻ്റെ ലുക്കും ഒക്കെ ഉള്ളത് കൊണ്ട് ഞാനെന്തിനാ പൊക്കം വെക്കണേ? നന്നായിട്ട് സംസാരിച്ചാലൊക്കെ കാര്യമാണ്. അവിടെ ഒരു ലവ് കോമ്പോ ഒക്കെ വരട്ടെ. പാനീശ്വരത്ത് സിനിയേറ്റർ ജാസ്മിനുള്ളേരെ വാഴത്തോപ്പ് ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം വാഴത്തോപ്പ് ഉണ്ടാകുമെന്ന് വിചാരിക്കണം. വാഴയൊക്കെ വെച്ച് അവിടെ
മഴക്കാലമായതുകൊണ്ട് ഒരാഴ്ച മുന്നേ വെച്ചാൽ മതി. വാഴ വെച്ച് നനച്ച് വാഴ വളർന്നിട്ടുണ്ടാകും. കൊല വെട്ടാറാവുമ്പോഴേക്കും അവിടെ ഉള്ളവർക്ക് ഇങ്ങോട്ട് ഇറങ്ങിപ്പോരാം. അപ്പോൾ വാഴത്തോപ്പിൽ എന്തെങ്കിലും നടക്കുമോ എന്ന് നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണേ. പിന്നെ പറയാനുള്ളത് അനുമോള് അടുത്തുനിന്ന് കണ്ടന്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അനുമോള് നമ്മളെ ഇതിനകത്ത് ഒരുവിധം എല്ലാ പരിപാടികളിലും TV ചാനലുകളിലും കണ്ടിട്ടുള്ളൊരു ആളാണ് അനുമോള്. അതോരാതെ സംസാരിക്കും, തട്ടിക്കയറും ഒക്കെ ചെയ്യും. എന്ത് പറഞ്ഞാലും അതിന് മറുപടിയുണ്ട് അനുമോൾക്ക്. മിക്കവാറും അടി കൂടുകാരായിട്ടേക്കെന്നറിയോ, രേണുവായിട്ടായിരിക്കും. കഴിഞ്ഞിടെ ഒരു പ്രോഗ്രാമിൽ വന്നിട്ട് രേണു മൈൻഡ് ചെയ്യാതെ, അനുമോളെ മൈൻഡ് ചെയ്യാതെ നിൽക്കുന്നുണ്ടായിരുന്നു. അന്ന് ഞാൻ വിചാരിച്ചാണ് ഇത് ഇത്തിരി തലക്കനമാണല്ലോ രേണു. ചിലപ്പോൾ അതെല്ലാം കൂടെ തീർക്കൽ ഇവിടെ ബിഗ് ബോസിൽ വെച്ചായിരിക്കും. പിന്നെ അക്ബർ ഖാൻ ഉണ്ട് കേട്ടോ. അക്ബർ ഖാൻ ഒരു സിംഗർ. അപ്പോൾ അവൻ പാട്ടും പാടി ഇരിക്കുമോ അല്ലെങ്കിൽ പാട്ട് പാടി ആരെയെങ്കിലും വീഴ്ത്തുമോ എന്ന് നമുക്കൊന്ന് കണ്ടറിയാം. പിന്നെ ഒരു അഭിഷേകുണ്ട്. അവൻ പിന്നെ വിവാഹിതനായതുകൊണ്ട് ലവിലേക്കൊന്നും വരില്ല. പക്ഷെ അവനെ കണ്ട ആർക്കായാലും ഒരു ഇഷ്ടം തോന്നും. അവൻ്റെ നിപ്പും ഭാവമൊക്കെ കണ്ട. ആൾ മാരീഡാണേ. ബെന്നി സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ വ്യക്തി, മോള് അവരൊരു സീരിയൽ ആക്ടറാണ്. ഒരു ചെറിയ പെണ്ണാണ്. പിന്നെ നമ്മുടെ സീരിയലിന് ഷാനു സ്വാസികയുടെയൊക്കെ കൂടെ സീരിയലിൽ ഉണ്ടായിരുന്നു, അഭിനയിച്ച് കണ്ടിട്ടുണ്ട്. സീരിയൽ ആക്ടറാണ്. ലെസ്ബിയൻ കപ്പിൾസ് ആതിര നൂറ വന്നിട്ടുണ്ട്. അതിലാരെങ്കിലും ഒരാൾ നിൽക്കുമായിരിക്കും. വൈകുന്നേരം കാണാം. പിന്നെ ഒനിയൻ സാബു, ആളിപ്പോൾ അവിടെ എന്താ ചെയ്യാന്നുള്ളത് അറിയില്ല. ആർ ജെ ബിൻസി കുറച്ച് നിന്നും പോകുന്ന തോന്നുന്നത്. പിന്നെ ആരാണ്? സരിക, നമ്മുടെ ചെറുപ്പം മുതലേ നമ്മളെ TV-യിൽ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മളെ ചെറുപ്പമല്ല കേട്ടോ, ആ കുട്ടിയുടെ ചെറുപ്പം മുതലേ TV-യിലുണ്ട്, കാണുന്നുണ്ട്. TV-യിൽ ഒരുവിധ എല്ലാ പ്രോഗ്രാമുകളിലും കാണാറുണ്ട് സരികേനെ. രേണുവിനെ ഹോട്ട് സീറ്റിലിരുത്തി ഇന്റർവ്യൂ ചെയ്ത സരിക മുടി ക്രോപ്പ് ചെയ്തിട്ടുള്ള ആ സരികയുണ്ട്. പിന്നെ ഒരു നിവിൻ ആള് ചൊറിഞ്ഞും കണ്ടിട്ട് വരാൻ സാധ്യതയുണ്ട്. നിവിന് ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള ആളാണ്. അങ്ങനെ പോകുന്നു ബിഗ് ബോസിലെ നീണ്ട നിര. ഇതിൽ നിന്നും ഒരു ദിവസം നിൽക്കുന്നവർ മുതൽ 100 ദിവസം തികയുന്നത് വരെ നിൽക്കേണ്ടവരാണ് ഇവരെല്ലാവരും. ആരാണ് 100 ദിവസം നിൽക്കുക? ഒരു ദിവസത്തിൽ തന്നെ ചാടി വരുന്നത് ആരാണ്? എവിക്ഷനിൽ വന്നിട്ട് എന്തൊക്കെയാണ് ആകുക എന്നുള്ളതും പിന്നെ നോക്കാം. രേണു അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പായിട്ട് തിരിക്കും. ബിഗ് ബോസ് കഴിഞ്ഞിടത്തോളമൊക്കെ കണ്ടതിൽ അങ്ങനെയാണ്. ഒരു ഗ്രൂപ്പായിട്ട് തിരിച്ച് വെച്ചിട്ട് ആ ഗ്രൂപ്പിലുള്ള ഒരു ഗ്രൂപ്പ് പിന്നെ ക്ലീനിങ് ആയിരിക്കും, ഒരു ഗ്രൂപ്പ് കുക്കിംഗ് ആയിരിക്കും, ഒരു ഗ്രൂപ്പ് ബാത്റൂമിൻ്റെ ആ വാഷ് ബേസ് അങ്ങനെയുള്ളതൊക്കെ ക്ലീനിങ് ആയിരിക്കും. പിന്നെ തറ തുടയ്ക്കുന്നത് എല്ലാ വഴിയും പരിപാടിയുണ്ട്. നമ്മളെ വീട്ടിൽ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ അവിടെയും ചെയ്യണം. അല്ലാണ്ട് അവിടെ വരെ പണിക്കാരിക്കൊന്നും അവർക്ക് വെച്ച് കൊടുക്കൊന്നുമില്ല. വീട് എപ്പോഴും ഫുൾ ക്ലീൻ ആയിരിക്കണം. ഒന്നും വാരി വലിച്ചിട്ടുണ്ടാകാൻ പാടില്ല. രേണു എന്ത് ചെയ്യോ ആവോ, നമ്മളെന്തിന് ടെൻഷൻ ആവണല്ലേ? രേണു എന്തെങ്കിലും ചെയ്യട്ടെ, നമുക്കൊരു കണ്ടന്റ്. രേണു അകത്തിരുന്നാലും കണ്ടന്റ്, പുറത്തിരുന്നാലും കണ്ടന്റ്. പോരെ?